ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ ഇപ്പോഴാണ് തുടങ്ങിയല്ലേ, ജൂൺ ലാസ്റ്റ് ആയപ്പോൾ. ഇന്ന് രാവിലെ മുതലേ മഴയായിരുന്നു കേട്ടോ. മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുമ്പോഴേ എനിക്ക് ഈ ചക്കപ്പായസം കുടിക്കാനൊരു പൂതി പൂതി വന്ന ഉടനെ കുടിക്കണമല്ലോ. നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഏറ്റവും എളുപ്പത്തിൽ ഒരു ചക്കപ്പായസം ഇന്ന് ഉണ്ടാക്കുകയാണ്. കിച്ചണിലേക്ക് പോവാം. എല്ലാവരും വരൂ, സ്വാഗതം. ചക്കയ്ക്ക് വേവാൻ മടിയായിട്ടാണോ, ഞാനിതിനെ വേവിക്കാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല. ഇതിൽ കുറേ കഷ്ണങ്ങളുണ്ട്. അപ്പം എന്തായാലും ഒരു മിക്സിയുടെ സഹായം ആവശ്യമാണ്. അതിനിപ്പോൾ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാം. പിന്നെ പറയാൻ മറന്നു, ഈ ഒരു പാത്രത്തിന്റെ 3/4 ഭാഗത്തോളം ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. പകുതിയോളം എടുത്തിട്ട് ഞാൻ അട ഉണ്ടാക്കി. പിന്നെ ബാക്കിയുള്ളതെന്ന് കുറേ ഞാൻ കൊതിമൂത്ത് കോരി തിന്നു. ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കാൻ വളരെ കുറച്ച് ചക്കയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചക്കപ്രഥമൻ ഉണ്ടാക്കുന്നത്. ചക്കപ്പായസത്തിൽ തേങ്ങാക്കൊത്ത് വറവിടുന്നതാണ് പ്രധാനം. അപ്പം ആദ്യം തേങ്ങ പൂണ്ടെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. പിന്നെ തേങ്ങാപ്പാൽ ചിരകി പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒട്ടും തന്നെ കൂട്ടാതെ 1-ാം പാൽ പിഴിഞ്ഞെടുക്കണം. ഈ തേങ്ങാപ്പീര ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോഴേ അത് അപ്പം തന്നെ കഴുകി കളയാഞ്ഞാൽ എനിക്കൊരു പ്രയാസമാണ്. പിന്നെ അല്പം ചൂടുവെള്ളം ചേർത്തിട്ട് 2-ാം പാലും പിഴിഞ്ഞെടുക്കണം. 1-ാം പാല് മാറ്റി വയ്ക്കാം. 2-ാം പാല് വേറെ പാത്രത്തിലേക്കാണ് പിഴിയേണ്ടത്. ഇതൊക്കെ പിഴിഞ്ഞിട്ട് അരിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ പിന്നെ ഇത് കുറച്ച് പായസമല്ലേ ഉള്ളൂ, അപ്പോൾ പായസത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അരിക്കാത്തത്. ഞാൻ എപ്പോഴും ഇങ്ങനെ തേങ്ങ ചിരകി പിഴിഞ്ഞ് പാലെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ റെഡി ടു കുക്ക് തേങ്ങാപ്പാൽ വാങ്ങി നോക്കിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും തേങ്ങാപ്പാൽ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടോ? അതെങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളങ്ങനെ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്താൽ മതി. ഇനി 3-ാം പാല് പിഴിഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഈ ബാക്കി 2-ാം പാല് പിഴിഞ്ഞെടുത്ത ഈ ചണ്ടിയൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കും. എന്നിട്ട് അത് അരിച്ചെടുക്കുന്നതാണ് 3-ാം പാൽ അങ്ങനെ ഉണ്ടാക്കുന്നത്. മിക്സിയിൽ അരച്ചെടുത്ത ചക്ക ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തിളച്ച് വരട്ടെ. ഇത് ഞാൻ ചക്ക വരട്ടിയതൊന്നുമല്ല കേട്ടോ, കുറച്ച് ചക്ക അങ്ങനെ അരിഞ്ഞ് വേവിച്ച് വെച്ചതാണ്. കുറച്ച് ശർക്കരയും നെയ്യും ചേർത്തിട്ട് വേവിച്ച് വെച്ചതായിരുന്നു. വരട്ടുക എന്ന് പറഞ്ഞാൽ ജലാംശമൊക്കെ വറ്റിച്ച് അങ്ങനെ എടുത്ത് ഉണ്ടാക്കുന്നതല്ലേ, അത്രയൊന്നും വറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരാഴ്ച മുമ്പേ ചെയ്തു വെച്ചതാണ്, അത്രയുള്ളൂ. കൂടുതൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ജലാംശമൊക്കെ നന്നായിട്ട് വറ്റി അങ്ങനെ സൂക്ഷിച്ച് വെക്കണം. നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള 3-ാം പാല് ഇതിലേക്ക് ചേർക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, 2-ാം പാലൊക്കെ പിഴിഞ്ഞെടുത്ത തേങ്ങ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ച് പിഴിഞ്ഞെടുത്തതാണ്. അതൊന്നും കൂടി അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. എൻ്റെ അമ്മ പറയുമായിരുന്നേ, ഓണത്തിന് അമ്മയുടെ വീട്ടിൽ 2 പായസം ഉണ്ടാക്കും. അതിലൊന്ന് ചക്കപ്രഥമനായിരിക്കുന്നു, പിന്നെ ഒരു പാൽപ്പായസവും. അത്ര കേമമായിരുന്നു ചക്കപ്രഥമൻ. ചക്ക വേവിക്കുമ്പോൾ ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിലും മധുരം മതിയാവില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ശർക്കര കുറച്ചുകൂടെ ഞാൻ ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്റ്റൗവിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഉരുകിക്കോളും. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് തോന്നിയത് മധുരം ഉണ്ടാവില്ല എന്ന്. പിന്നെന്താ ചെയ്യാ, ഇപ്പൊ ശർക്കര പാനിയും ചേർക്കാം. രണ്ടാം പാലും ഇപ്പൊ ചേർത്തു. ചക്കയൊക്കെ ആൾറെഡി വെന്തതായതുകൊണ്ട് പെട്ടെന്ന് ചേർക്കുകയാണ് ഞാൻ. ഇനി നല്ലപോലെ ഒന്ന് തിളവട്ടെ, അപ്പൊ നമുക്ക് വാങ്ങി വെക്കാം. ഇതിപ്പോ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇന്ന് ചായ വേണ്ട. ഇന്ന് ചായക്ക് പകരം പായസം. അത് ചോദിച്ചു നോക്കണം പേരിനോട്. മിക്കവാറും അങ്ങനെ പറയും, പായസം മതി എന്ന് പറയും. കാരണം മധുരല്ലേ, മധുരമാകുമ്പോൾ ചായ മധുരം ഇല്ലാതെ അവർ കുടിക്കില്ല കേട്ടോ. അപ്പൊ ചായ മധുരമായിരിക്കും, പായസവും മധുരമായിരിക്കും. ഏതെങ്കിലും ഒന്ന് മതി എന്ന് പറയാനാണ് സാധ്യത. അങ്ങനെയാണ് ഉണ്ടാവാറ്.
കറുത്ത ശർക്കരയാകുമ്പോൾ പായസത്തിന് കുറച്ച് കറുത്ത കളർ കിട്ടും. ഇത് വെളുത്ത ശർക്കരയാണ്, അതുകൊണ്ട് ഇതിന് കറുത്ത കളറില്ല. പിന്നെ ചക്ക നല്ല കറുത്ത ശർക്കര ഇട്ട് നന്നായിട്ട് വരട്ടി വന്നാൽ കറുത്ത കളറായിരിക്കും. സ്റ്റൗവിന് വാങ്ങി വെച്ചതിന് ശേഷമാണ് 1-ാം പാല് ഒഴിക്കുന്നത്. ചൂടോടെ ഒഴിക്കുക. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് 1-ാം പാല് പിഴിഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത് തിളക്കിയൊന്നും വേണ്ട, തിളച്ചാലും അതിൻ്റെ ടേസ്റ്റ് പോകും. തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചിട്ടാണ് അതിൽ ചേർക്കുന്നത്. സാധാരണ തേങ്ങാക്കൊത്ത് മാത്രമാണ് ചക്കപ്പായസത്തിൽ വറവിടാറ്. ഇന്ന് എനിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി വറുത്തിട്ടാലോ തോന്നി, അതുകൊണ്ട് അത് വറുത്തു. തോന്നുമ്പോൾ അങ്ങ് ചെയ്യണമല്ലോ, അങ്ങനെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി വറവിട്ടു. ശ്രീയേട്ടന് ചായ വേണ്ട, പായസം മതി എന്ന് പറയും എന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഉള്ളത്. അപ്പം ഇനി എന്താണ് നമുക്കൊന്ന് പോയി നോക്കാം, വിളിക്കുമ്പോൾ അറിയാം. ഞാൻ ഈ സമയത്ത് പായസം ഉണ്ടാക്കുന്ന മൂപ്പര് വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല. പായസത്തിന് വേണ്ടിയിട്ട് തേങ്ങ പൊളിച്ച് തന്നിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും പായസം ഉണ്ടാക്കുമെന്നറിയാം. നോക്കാട്ടോ. ചായ വേണോ ചക്കപ്പായസം വേണോ? ഹാവു പായസം മതി എന്ന് പറഞ്ഞു. ചായയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ ചായ ഉണ്ടാക്കേണ്ടി വരുമായിരുന്നു. എങ്ങനെയുണ്ട്? കുറച്ച് ചക്ക ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയതായിരുന്നെങ്കിലും പായസം സൂപ്പർ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രൗൺ കളർ കുറഞ്ഞു പോയത് എന്താണെന്ന് ശ്രീധരേട്ടൻ ചോദിച്ചു. അപ്പോൾ വെള്ള ശർക്കര ഉപയോഗിച്ച കാര്യം ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗായിരുന്നു. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ പിന്നെ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.